ഇതായി കുറേ നാളായല്ലോ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റി. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിൻ്റെ ഞാൻ ഈ ടെക്സ്ചർ പാക്കൊന്ന് മാറ്റി, വേറെ ടെക്സ്ചർ പാക്ക് ഇട്ട് നമുക്ക്. ഇപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഇല്ലേ, സ്ക്വയർ ഷേപ്പ് സണ്ണ് നല്ല ഫസ്റ്റ്. പക്ഷേ കാണാൻ നല്ല മൊഞ്ചുണ്ടായതുകൊണ്ട് ഞാനിതെടുത്ത് മൊഞ്ചല്ല. പിന്നെ വീടൊന്ന് മാറ്റി. നമുക്ക് വീടിൻ്റെ മുകളിൽ പുകയൊക്കെ വരുന്നുണ്ട്. ആ ക്യൂബ് ഷേപ്പ് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊഞ്ചാക്കി. ഇവിടെ ഒരാളുണ്ട്, നമ്മുടെ സുക്കൂന. അതാണ് ഞാൻ ഒരു പേരിട്ടേക്കണം, സുക്കൂന അല്ലേ? അല്ലടാ കേടാ, അവനിഷ്ടമാണ് ആ പേര്. പിന്നെ സ്നേഹത്തോടെ ഞാൻ സുക്കു എന്ന് വിളിക്കും. ഞാൻ തുറന്നു വിടണം നിന്നെ? ഇല്ല, മരണം വരെ നീ ഇവിടെ നിൽക്കണം. പിന്നെ ഈ വീടിൻ്റെ മുകളിലേക്ക് ഇതാ, ഓ എമ്മരടോ എന്താ ഒരു വ്യൂ. ഈ വീടിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു ഏണി പോലെ പണിത്. നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസത്തെ കഷ്ടപ്പാടും പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്നിരിക്കുന്നു. നമുക്ക് ആ സീറ്റിൽ അങ്ങോട്ട് ഇരിക്കുന്നു, വ്യൂ എല്ലാം എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഫുൾ കേവിങ്ങിന് പോവാണ് മക്കളെ. മരണത്തിനെ ഭയക്കാതെ ഞാൻ കേവിങ്ങിന് പോവാണ്. പിന്നെ ഫുൾ ലൈറ്റപ്പ് ചെയ്തില്ല ഐലൻഡ്സ്, ബിക്കോസ് അടികൊണ്ട് മടുത്തു. സോ ഫുൾ ലൈറ്റപ്പ് ചെയ്തു. എന്താണ് കുറച്ച് പോർക്ക് എടുക്കട്ടെ തിന്നാൻ. ഡാർക്ക് ഹ്യൂമർ, പിഗ്സിൻ്റെ ഡാർക്ക് ഹ്യൂമറാണത്. ഇവിടെ കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്തതാണ്. ലൈറ്റം സ്കെച്ചസ്. ഇവിടെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇവിടെ ഫുള്ള് പിഗീസാണല്ലോ. ഇവിടെ റാമിൽ നിന്ന് മാറി നിൽക്കണം. നോക്കിതാ ഇവിടെ ഇവിടെ ഒരു സെറ്റപ്പൊക്കെ പണിയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് സെറ്റപ്പ് ആക്കാം. പിന്നെ ഇവിടെ ഒരു സെറ്റപ്പ് പണിത് നോക്ക്, ഒരു ബേ. ഇവിടെ നമ്മൾ ബോട്ടായിട്ട് വരാം. ബോട്ടാണ് നമ്മുടെ പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം ചുറ്റും വെള്ളമല്ല. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കടന്നവനാണീ KK ജോസ്. കുറച്ച് ചിക്കൻസ്. ഈ കണ്ട ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചിക്കൻ എന്താ, ഇവന്റെ പേരാണ് KFC. ഡാർക്ക് ഹ്യൂമർ. ആ ഒരു ഏരിയയിൽ നമുക്ക് പോവാം. ഞാൻ ലൊക്കേഷനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കിടക്കാം. ബ്യൂട്ടിഫുൾ ഡേ. തീ പിടിച്ചിട്ട് ഓടുന്നു നോക്കും ഓരോന്ന്. നമുക്ക് കേവിലേക്ക് പോകാം. ഓക്കെ, ബ്യൂട്ടിഫുൾ. മറ്റേ ഷെയ്ഡേഴ്സിൽ നിന്ന് ഇത് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി സ്മൂത്താണ്. ഇത് കാണാൻ നല്ല പ്ലസൻ്റാണ്. പ്ലസൻ്റ് അല്ല, പ്ലസൻ്റാ. ഇതെന്താണ് സ്കെൽ? ഇതെന്താണ് കുളിക്കിറങ്ങിയതാ വായി? സ്കെൽറ്റനൊക്കെ കുളിക്കണ എന്ത് നാട്? ഞാൻ ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ. ആ ഇതാണ് കേവ്. എൻ്റെ അമ്മച്ചി, എങ്ങനെയുണ്ട്? പോണ്ടേ? വേണ്ട. അമ്മോ, ഓ തടാകം. ലൈറ്റ് അപ്പ്. എന്താ ചേട്ടാ ഒരു ശത്രുക്കളെ പോലെ? ഓ സോറി, ഫ്ലാറ്റ് മാറിപ്പോയി. ഏറ്റ പൊന്നോ. ക്ഷമിക്കൂ സഹോദര, ക്ഷമിക്കൂ. ഞാൻ എന്തിനും ഇത് പണിത്? ഞാൻ പണ്ടങ്ങനെ ടെൻഷനൊന്നല്ല, സ്ട്രെസ് വരുമ്പോൾ ഞാൻ മതിൽ പണി. വാട 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 നീ വാട 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 വാട. നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുള്ളല്ലോ. നീഞ്ചണ്ട
അതെന്താ അവിടെ തിളങ്ങണ്ടല്ലോ? എന്തോ ഡയമണ്ട് ആയിരിക്കും. ഓ അത് ഡയമണ്ട് അല്ലല്ലോ. സ്കെലിട്ടൺ ഫുൾ ടിപ്പിലാണല്ലോ. എന്താ ഇന്റർവ്യൂ വല്ലതും ഉണ്ടോ? തിളങ്ങണ സ്കെലിട്ടൺ, കുളിക്കണ സ്കെലിട്ടൺ, കുളിച്ചിട്ട് കുട്ടപ്പനായിട്ട് ഇന്റർവ്യൂക്ക് പോണ. എന്താ ഇവിടെ നടക്കണം? ഇവിടെ വേറെ കളി നടക്കണുണ്ട്. ഇവിടെ ചില്ലറ കളിയല്ല കേട്ടോ. കണ്ടു നല്ല ഉന്നം പൊട്ടൻ ആണാണ് ഈ ഓടിത്തൊപ്പിയടാ. സോറി എടുക്കണ. വാടാ. വെല്ലുവിളിക്കണ്ടായിരുന്നു. അല്ല ആര് ചത്തപ്പ സമാധാനം ഇടാ നിനക്ക്. പിന്നെ ആ സ്കെലിട്ടൺ ആമർ കിട്ടുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതൊരു ഫെയർ ആയിട്ടുള്ളൊരു ഫൈറ്റ് അല്ല. അതൊന്നും കണക്കൂട്ടില്ല കേട്ടാ. ഇനി അടിയിലേക്ക് പോയിട്ട് കാര്യമില്ലേ, നമുക്കന്ന് അപ്പുറത്ത് പോവാം.